ഹലോ. അപ്പോൾ ഞാൻ കുറേ നാൾ കൂടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഫ്രണ്ടിൻ്റെ പേര് നീതു എന്നാണ്, എൻ്റെ പേരും നീതു എന്നാണ്. അപ്പോൾ കുറേ നാളായിട്ട് പോകണം എന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഇതുവരെ ഒന്നും നടന്നില്ല. എപ്പോഴൊക്കെ പ്ലാൻ ചെയ്താലും എന്തെങ്കിലുമൊക്കെ ഒരു തിരക്കുകൊണ്ട് അതങ്ങ് മുടങ്ങിപ്പോകും. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ചിട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. കാലത്ത് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പണി പാളോന്ന് വിചാരിച്ച്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴേക്കൊന്നും മഴ ഒതുങ്ങി. അപ്പോഴേക്കും പിന്നെ ഇറങ്ങി. ഞാനും പാച്ചും ഹസ്ബൻഡും കൂടി ഇറങ്ങി. പോകുന്ന വഴിക്ക് ഈ ഒരു കോട കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനങ്ങനെ നേരിട്ട് അങ്ങനെ ഇങ്ങനത്തെ ഒരു വ്യൂ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം, അങ്ങനെ വീഡിയോ എടുത്തു. അങ്ങനെ നീതുവിൻ്റെ വീട്ടിലെത്തി. നീതു അപ്പോൾ ചായ പലഹാരമൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾ ചായയുടെയും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതേ നീരും പാച്ചും കൂടി കളിയായി. പിന്നെ അവരവരുടെ ലോകത്തായി. അപ്പം നീതുവിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നിള ബോട്ടിംഗ് ക്ലബ്ബ്. അപ്പം നീതു ഇങ്ങനെ ഇടയ്ക്കൊണ്ട് പറയും, ഒരു ദിവസം വായോ നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോകാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെയും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം നീതുവിനെ കൂടി വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ ഇറങ്ങി. നീതു ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. നീതു എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ അവളായിട്ട് പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 5 വർഷമാണ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് തൃശ്ശൂർക്ക് വരുമ്പോൾ പരിചയപ്പെട്ടാണ് നീതുവിനെ. അപ്പം ആദ്യമൊന്നും വലിയ കമ്പനി ഉണ്ടായിരുന്നില്ല, കാരണം തമ്മിൽ അങ്ങനെ അറിയില്ലല്ലോ. പിന്നെ സംസാരിച്ച് നീതുവും ഞാനും തമ്മിൽ ഒരേ വൈബ്. ഞങ്ങളുടെ ചിന്താഗതി അതേപോലെ വിഷമങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ്. അപ്പോൾ ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ മനസ്സിലാവും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഞാൻ നീതുവിനോട് പറയും. അപ്പോൾ നീതു എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ തരും. അപ്പോൾ നീതു ആയാലും എന്തെങ്കിലും വിഷമം വന്നാൽ എന്നോട് പറയുമ്പോൾ നീതുവിൻ്റെ പകുതി വിഷമം മാറും. അങ്ങനെ ഞങ്ങൾ നീള ബോട്ട് ക്ലബ്ബിലെത്തി. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉണ്ടോ. വൈകുന്നേരം സമയത്ത് വന്നായിരിക്കും കുറച്ചും കൂടി നല്ലത്, കാരണം ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ശരിക്കും അറിയാൻ പറ്റുള്ളൂ. പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഇപ്പോൾ പാർക്കുണ്ട്, മുതിർന്നവർക്കാണെങ്കിൽ അവിടെ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ കുറേ ഗെയിംസ് ഉണ്ട്, അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. ബോറടിക്കില്ല നമുക്ക് എന്തായാലും. പിന്നെ സൈഡിൽ തന്നെ ക്രിസ്മസിൻ്റെ നല്ലൊരു ഔട്ട്ലെറ്റും ഉണ്ട്. അപ്പോൾ ആർദ്രപ്പൂവിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ആ ഒരു കായലും ഒക്കെ കണ്ട് ആ കാറ്റൊക്കെ കൊണ്ട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. പിന്നെ പാർക്കിൽ കയറണമെങ്കിൽ വലിയവർക്കായാലും ചെറിയവർക്കായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കയറാനായിട്ട്. അങ്ങനെ പാർക്കിലേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുക്കാൻ കയറി. അപ്പോൾ പാച്ചും നീരും കൂടി ആ സമയത്ത് തീവണ്ടി കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. ഈ സമയത്ത് ഇപ്പോൾ ഒരു തീവണ്ടി പോകും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നല്ല മഴയുണ്ട്. സൈഡിൽ കൂടി ആ മഴയുടെ സൗണ്ട് കേൾക്കാം. അപ്പോൾ എന്തെങ്കിലും ഞാനിപ്പോൾ പറയണതാണെങ്കിലും എൻ്റെ സൗണ്ടിലായാലും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നീതുവിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ചെറുതുരുത്തിയിലും നീതുവിൻ്റെ വീട് കോലയിലുമാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. പുള്ളി ഗൾഫിലാണ്. അപ്പോൾ വന്ന സമയത്ത് പിന്നെ നീതു തിരക്കില്ല. അല്ലെങ്കിൽ നീതു മാസത്തിൽ ഒരാഴ്ച നീതുവിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കാണാനും വൈകിട്ട് ഇങ്ങനെ നടക്കാനിറങ്ങാനൊക്കെ പറ്റുമായിരുന്നു. നീതു ഉള്ള സമയത്ത് നീതുവിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിന് നല്ലൊരു സുഖമാണ്, ഒരു സമാധാനം, ഒരു സന്തോഷം. അപ്പോൾ കുറേ നാളായിട്ട് അവൾ വന്നിട്ട് കുറേ ആയി. അപ്പോൾ ഞാനിങ്ങനെ കുറേ മിസ് ചെയ്തു. പിന്നെ ഒരു ദിവസം അവളങ്ങോട്ട് ക്ഷണിച്ചു വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ നാളായിട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ സമയമൊത്ത് വന്നപ്പോൾ അങ്ങനെ പോയി. കുറേ നേരം സംസാരിച്ചു. പോരാനായിട്ടുള്ളൊരു സമയം എടുത്തപ്പോഴേക്കും മനസ്സിന് ഭയങ്കര ഒരു സങ്കടം. ഇനിയിപ്പോൾ ഈ അടുത്തൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് മഴയൊക്കെ പെയ്തപ്പോഴേക്കും ഞങ്ങൾ പയ്യെ വിശന്ന് തുടങ്ങി. പിന്നെ ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ പയ്യെ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.